ഓം ശാന്തി. പ്രഭാതമുരളി 3:11-21. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, അകമേയും പുറമേയും സ്വച്ഛമാകൂ. ഒരു മോശമായ ശീലവും ഇപ്പോൾ നിങ്ങളിൽ ഉണ്ടായിരിക്കുവാൻ പാടില്ല. ചോദ്യം: ബ്രാഹ്മണരായ കുട്ടികൾ ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടുന്നതിനായി ഏതെല്ലാം ധാരണകളിൽ ശ്രദ്ധ വയ്ക്കണം? ഉത്തരം: ഈ ജന്മത്തിൽ ബാബയുടേതായ ശേഷം 100 മടങ്ങ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു പാപകർമ്മവും ഉണ്ടാകരുത്. ബാബ അതിമധുരമാണ്. ബാബ നിങ്ങളെ തനിക്ക് സമാനം മധുരമാക്കുന്നു. അതിനാൽ മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും കയ്പുള്ള വാക്കുകൾ മുഖത്ത് നിന്നും വരരുത്. ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ്റെ കുട്ടികളായി സർവരുടെയും ദുഃഖം ഹരിക്കണം. മനസ്സാ വാചാ കർമ്മണ സുഖം നൽകണം. സ്തുതിയിലും നിന്ദയിലും സമാനമായിരിക്കണം. ഓം ശാന്തി. സദ്ഗുരുവാറിന് വൃക്ഷപതി ഡേ എന്നും പറയുന്നു. വൃക്ഷപതി ഡേ എന്നാൽ ബാബയുടെ ദിവസം. അമാവാസിയുടെ ദിവസം അന്ധകാരത്തിൻ്റെ രാത്രി പൂർത്തിയാകുന്നു. പിന്നെ പകൽ ആരംഭിക്കുന്നു. ചന്ദ്രോദയം തുടങ്ങുന്നു. ഇക്കാലത്ത് പിതൃക്കളെ കഴിപ്പിച്ചും കുടിപ്പിച്ചും തൃപ്തരാക്കുന്നു. പിന്നെ ആവശ്യപ്പെടേണ്ടി വരുന്നില്ല. എല്ലാവരെയും തൃപ്തമാക്കുന്നു. പകലിലേക്ക് പോയെങ്കിൽ പിന്നെ രാത്രിയിലേക്ക് മടങ്ങി വരേണ്ട എന്താവശ്യം? യഥാർത്ഥത്തിൽ നിയമം ഇതാണ്: 12 മാസത്തിൻ്റെ സമയം പൂർത്തിയാകുമ്പോൾ അവരെ കഴിപ്പിച്ച് സമാപ്തമാക്കുന്നു. വീണ്ടും അന്ധകാരത്തിൻ്റെ രാത്രിയിലേക്ക് എന്തിനു വിളിക്കുന്നു? എന്നാൽ ബ്രാഹ്മണർ ഈ ആചാരരീതികളും ഉണ്ടാക്കി അത് തുടർന്നു വരുന്നു. ദക്ഷിണയും മറ്റും ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് പരിധിയുള്ള അമാവാസി. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു പരിധിയില്ലാത്ത അമാവാസിയിൽ. ബാബ വരുമ്പോൾ പകുതി കൽപ്പത്തിൻ്റെ അന്ധകാരം പൂർത്തിയാകുന്നു. പിന്നെ സത്യയുഗത്തിൽ പ്രകാശം തന്നെ പ്രകാശമായിരിക്കും. അവിടെ ഒരിക്കലും ഏതെങ്കിലും പിതൃക്കളെയോ മറ്റും കഴിപ്പിക്കില്ല. ഇത് പിന്നെ പരിധിയില്ലാത്ത അമാവാസിയാണ്. ബ്രഹ്മാവിൻ്റെ രാത്രിയും ബ്രാഹ്മണരുടെ രാത്രിയും പൂർത്തിയായി പകൽ വരുന്നു. പിന്നെ ഏതെങ്കിലും പിതൃക്കളെയോ മറ്റോ കഴിപ്പിക്കുന്നില്ല. അവിടെ ബ്രാഹ്മണരെ ഉണ്ടായിരിക്കുന്നില്ല. ആരും മരിക്കുന്നില്ല എന്നല്ല, എന്നാൽ ഈ ആചാരരീതികൾ ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ അനേകം പ്രകാരത്തിലുള്ള ബ്രാഹ്മണരുമുണ്ട്. ഒരു വേൾഡ് ഉണ്ടാകണം, ഒരു നേഷൻ ഉണ്ടാകണം എന്നിപ്പോൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ എല്ലാവരുടെയും ഒരു നേഷൻ ഉണ്ടാവുക സാധ്യമല്ല. പിന്നെ ഒരു രാജ്യം, ഒരു ആചാരരീതി ഉണ്ടായിരുന്നു സത്യയുഗമായിരുന്നപ്പോൾ. അത് ബാബ തന്നെ വന്ന് സ്ഥാപിക്കുന്നു. അവിടെ എല്ലാവരും തീർത്തും മധുരമാണ്. ദുഃഖത്തിൻ്റെ കാര്യമില്ല. ഒരിക്കലും കയ്പുള്ള വാക്കുകൾ പറയുന്നില്ല, പാപം ചെയ്യുന്നില്ല. ഇപ്പോൾ ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അത്രയും പദവി നേടും. നമ്പർ 1. അവിടെ ആരെങ്കിലും മോഷണമോ മറ്റോ നടത്തുകയില്ല. അങ്ങനെയില്ല. അകമേ പുറമേ സ്വച്ഛമായിരിക്കും. ഇവിടെ അകമേ ഒന്ന്, പുറമേ മറ്റൊന്നായിരിക്കും. അന്യോന്യം എത്ര നഷ്ടമുണ്ടാക്കുന്നു. ഇതെല്ലാം രാവണ രാജ്യത്തിൻ്റെ മലിനമായ ചഞ്ചലതയാണ്. ബാബ ഇപ്പോൾ ഇതിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്നു. എല്ലാവരുടെയും മോശമായ ശീലങ്ങൾ ഒറ്റയടിക്ക് പെട്ടെന്നില്ലാതാകുന്നില്ല. സമയമെടുക്കും. എത്രത്തോളം യോഗത്തിലിരിക്കുന്നു, ഓരോ ചുവടിലും നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ യോഗത്തിലിരിക്കുന്നു. ഏതെങ്കിലും പാപകർമ്മം ചെയ്യുന്നില്ലല്ലോ. സ്വയം മധുരമായി പിന്നെ മറ്റുള്ളവരെയും മധുരമാക്കുന്നുണ്ടോ? സ്വയം തന്നെ കയ്പുള്ളവരാണെങ്കിൽ പിന്നെ മറ്റുള്ളവരെ എങ്ങനെ മധുരമാക്കും? ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷമാകും.
മറഞ്ഞിരിക്കാൻ സാധിക്കില്ല. ബാബ പറയുന്നു, എൻ്റെ കുട്ടിയായ ശേഷം ഏതെങ്കിലും തലതിരിഞ്ഞ കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ കടുത്ത ശിക്ഷ അനുഭവിക്കും, പദവിയും നഷ്ടമായി പോകും. ഭഗവാൻ സ്വയം ഇരുന്ന് പഠിപ്പിക്കുന്നു ദേവതയാക്കുന്നതിനായി. ദേവതമാരുടെ മഹിമ പാടുന്നു. സർവഗുണസമ്പന്നം അഹിംസ പരമോ ധർമ്മം. ഹിംസ 2 പ്രകാരത്തിലുണ്ട്. ഒന്നാണ് കാമകഠാരയുടെ ഹിംസയിലൂടെ മനുഷ്യൻ ആദിമധ്യ അന്ത്യം ദുഃഖം നേടുന്നു. രണ്ടാമത്തേതാണ് പിന്നെ ക്രോധത്തിൽ വന്ന് പരസ്പരം അടിക്കുന്നു, ദുഃഖം നൽകുന്നു, ദുഃഖിതരാകുന്നു. ഇവിടെയാണെങ്കിൽ കുട്ടികളോട് പറയുന്നു, മനസ്സ വാച കർമ്മണ ഇങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യരുത്, ആർക്കും ദുഃഖം നൽകരുത്. നമ്മൾ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ്റെ കുട്ടികളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ യുക്തി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ എങ്ങനെയാണ് ദുഃഖം ഹരിച്ച് സുഖം നൽകേണ്ടത്? ചെയ്തുപോയ കർമ്മങ്ങളുടെ കണക്കുകൾ സമാപ്തമാകുന്നു. ഇവിടെ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ജന്മത്തിൽ എന്തെല്ലാം പാപകർമ്മം ചെയ്തോ അത് പറയുന്നതിലൂടെ പകുതി കട്ടാകും. എന്നാൽ അനേകം ജന്മങ്ങളിൽ ചെയ്ത പാപകർമ്മങ്ങളാണെങ്കിൽ ശിരസിൽ വളരെയധികമുണ്ട്. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ ജന്മത്തിൽ പാപം ആകുന്ന കർമ്മം ചെയ്യാൻ പാടില്ല. പിന്നെ യോഗബലത്തിലൂടെ അനേകം ജന്മങ്ങളിലെ പാപകർമ്മം ഭസ്മമാക്കുകയും വേണം. ഈ ജന്മത്തിൽ ബാബയുടേതായ ശേഷം ഒരു പാപകർമ്മവും ചെയ്യാൻ പാടില്ല. ബ്രാഹ്മണനാകാതെ സമ്പത്ത് ലഭിക്കില്ല. ഇത് ബാബ് ദാദയാണല്ലോ. സമ്പത്ത് നിങ്ങൾക്ക് ആ ഒന്നിൽ നിന്നാണ് ലഭിക്കുന്നത്, ഇദ്ദേഹത്തിൽ നിന്നല്ല. ഇദ്ദേഹം സ്വയം തന്നെ ഒന്നും പറയുന്നില്ല. ഇദ്ദേഹം കേവലം രഥമാണ്. ഇദ്ദേഹത്തിൽ നിന്നും നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. രഥവും പാടപ്പെട്ടിട്ടുണ്ട്. ഹുസൈൻ്റെ രഥം കൊണ്ടുപോകുന്നല്ലോ. കുതിരയെ എത്ര അലങ്കരിക്കുന്നു. ഇതാണെങ്കിൽ പതീത ശരീരമാണല്ലോ. ഇതും ഇപ്പോൾ അലങ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ തന്നെയാണ് അലങ്കരിക്കുന്നത്. ഇദ്ദേഹത്തിനോട് ബാബ പക്ഷപാതമൊന്നും കാണിക്കുന്നില്ല. ബാബയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുകയും ചെയ്യുന്നു. വാടക ലഭിക്കുമല്ലോ. എന്നാൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്യേണ്ടത് അതേപോലെ ഇദ്ദേഹത്തിനും ചെയ്യേണ്ടതുണ്ട്. എനിക്ക് വാടക ലഭിക്കും എന്ന അത്യാഗ്രഹമൊന്നുമില്ല. ഇത് ബാബ തമാശ പറയുന്നതാണ്. ആത്മാവിനെ യോഗബലത്തിലൂടെ തന്നെയാണ് സദോ പ്രധാനമാക്കേണ്ടത്. എത്രത്തോളം യോഗം ഉണ്ടായിരിക്കുമോ അത്രയും പാവനമാകുന്നു. പിന്നെ തനിക്ക് സമാനവും ആക്കണം. കുട്ടികളായ നിങ്ങൾക്കറിയാം, ആരാണോ നല്ല നല്ല സർവീസ് ചെയ്യുന്നത് അവർ പ്രസിദ്ധരാണ്. ബാബ സർവീസിനായി അയക്കുന്നു. വളരെ മധുരമായി സംസാരിക്കേണ്ടതുണ്ട്. ആരുമായും അടിവഴക്ക് കൂടില്ല. ബ്രാഹ്മണൻ അഥവാ കൈപ്പുള്ള വാക്ക് പറയുകയാണെങ്കിൽ ഇവരിൽ ക്രോധത്തിൻ്റെ ഭൂതമുണ്ട് എന്ന് പറയും. നിന്ദയിലും സ്തുതിയിലും സമാനമായിരിക്കണം. വളരെ പേരിൽ ക്രോധത്തിൻ്റെ ഭൂതമുണ്ട്. അതിലൂടെ വളരെയധികം ദേഷ്യപ്പെടുന്നു. എല്ലാവരുടെയും ക്രോധം മാറി അങ്ങനെയല്ല. സമ്പൂർണമാകുന്നതിൻ്റെ സമയം വരെയും പതുക്കെ പതുക്കെ മാലിന്യം പുറത്തു വന്നുകൊണ്ടിരിക്കും. എന്നിൽ ക്രോധമില്ല എന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല. ചിലരിൽ കൂടുതൽ, ചിലരിൽ കുറവാണ്. ചിലരുടെ ശബ്ദം തന്നെ അടികൂടുന്ന തരത്തിലുള്ളതാണ്. കുട്ടികൾ വളരെ വളരെ മധുരമാകണം. ഇവിടെ തന്നെയാണ് സർവഗുണ സമ്പന്നം ആകേണ്ടത്. വികാരമാണെങ്കിൽ അനേകം പ്രകാരത്തിലുണ്ടല്ലോ. ക്രോധിക്കുന്നത്, അസത്യം പറയുന്നത്, ഇവയെല്ലാം വികാരമാണ്. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ ഏതെങ്കിലും വികർമ്മം ചെയ്യുന്നുവെങ്കിൽ വളരെയധികം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവിടെയാണെങ്കിൽ എൻ്റെ കൂടെ ശിക്ഷ നൽകുന്ന ധർമ്മരാജനുണ്ട്. ഇവിടെ പ്രത്യക്ഷ ശിക്ഷ ലഭിക്കുന്നു. ധർമ്മരാജൻ്റെ ശിക്ഷ ഗുപ്തമായി ലഭിക്കുന്നു. ഗർഭജയിലിലും ശിക്ഷകൾ അനുഭവിക്കുന്നു.
ആർക്കെങ്കിലും രോഗവും മറ്റും ഉണ്ടാകുന്നതും കർമ്മഭോഗാണ്. ധർമ്മരാജനിലൂടെ ശിക്ഷ ലഭിക്കുന്നു. മുൻപുള്ളതും ഇപ്പോൾ ലഭിക്കുന്നു. ഇപ്പോഴുള്ളത് ഇപ്പോഴും ലഭിച്ചേക്കാം. പിന്നെ ഗർഭജയിലിലും ലഭിക്കുന്നു. അത് ഗുപ്തമാണ്. ധർമ്മരാജൻ അവിടെ ശിക്ഷ നൽകില്ലല്ലോ. ഇവിടെ പിന്നെ ശരീരത്തിലൂടെ അനുഭവിക്കേണ്ടി വരുന്നു. ഇപ്പോൾ ബാബ നമ്മളെ ഇതിൽ നിന്നും മുക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. പരംപിത പരമാത്മാവും ധർമ്മരാജനായ ബാബയും രണ്ടുപേരും ഹാജരാണ്. ഇപ്പോൾ എല്ലാവരുടെയും വിധി നിർണയത്തിൻ്റെ സമയമാണ്. ഓരോരുത്തരുടെയും ജഡ്ജ്മെൻ്റ് നടക്കുന്നു. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. കുട്ടികളായ നിങ്ങൾ സമ്പൂർണമാകണം എന്ന് മനസ്സിലാക്കുന്നു എന്നിരിക്കെ യാതൊരു പാപകർമ്മവും ചെയ്യാതിരിക്കൂ. തൻ്റെ മംഗളത്തിനു വേണ്ടി എത്ര സാധിക്കുമോ അത്രയും പൂർണ്ണമായ പുരുഷാർത്ഥം ചെയ്യണം. കൽപ്പാന്തരങ്ങളിലെ കാര്യമാണ്. ആ പഠനം നടക്കുന്നത് ഒരു ജന്മത്തേക്കാണ്. രണ്ടാമത്തെ ജന്മത്തിൽ പിന്നെ രണ്ടാമത്തെ പഠനമാണ്. ഇത് 21 ജന്മത്തേക്കുള്ളതാണ്. അവിനാശി ബാബ അവിനാശി പഠനം പഠിപ്പിക്കുന്നു. ഇതിലൂടെ 21 ജന്മത്തേക്ക് അവിനാശി പദവി ലഭിക്കുന്നു. ബാബയിൽ നിന്നും 21 ജന്മത്തേക്ക് സമ്പത്ത് ലഭിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇത് പഴയ ലോകമാണ്. പുതിയ ലോകത്തിൽ ഭാരതം ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ചക്രം തിരിയേണ്ടതുണ്ട്. പുതിയ സൃഷ്ടി സ്ഥാപിതമായി പഴയതിൻ്റെ വിനാശമുണ്ടാകും. പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ വന്ന് പുതിയ ലോകം സ്ഥാപിക്കുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. ബ്രാഹ്മണരാണെങ്കിൽ തീർച്ചയായും ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായും പവിത്രവുമാകുന്നുണ്ടാകും. രാജയോഗവും പഠിക്കുന്നുണ്ടാകും. കുമാരിമാരായ നമ്മളാണെങ്കിൽ പവിത്രമായി കൊണ്ടിരിക്കുന്നു. ബാബ വീടും കുടുംബവും ഉപേക്ഷിക്കൂ എന്ന് പറയുന്നില്ല. അങ്ങനെയില്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരിക്കവേ കമലപുഷ്പ സമാനം ഇരിക്കൂ. ഈ ബാബ്ദാദ എന്ന നാമം വളരെ നല്ലതാണ്. ദാതയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നു. ആ ഒന്ന് ഉയർന്നതിലും ഉയർന്നതാണ്. ബ്രഹ്മാവാണെങ്കിൽ പതീതമായിരുന്നല്ലോ. ഇദ്ദേഹം ആദ്യം ശ്രേഷ്ഠാചാരിയും പൂജ്യനുമായ മഹാരാജാവായിരുന്നു. ഇപ്പോൾ അന്തിമത്തിൽ വന്ന് പതീതമായിരിക്കുന്നു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അന്തിമ ജന്മം. ഈ ലോകത്തിൽ പാവനമായ ആരെങ്കിലും എവിടെയുണ്ട്? പാവന ലോകത്തിൽ ആരും ഓർമ്മിക്കുന്നില്ല. ആത്മാവും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ഇതിൻ്റെ കണക്കും നിങ്ങൾ മനസ്സിലാക്കി. സൂര്യവംശികൾ ആദ്യം തൻ്റെ സമ്പത്ത് നേടുവാനായി വരും. ഇപ്പോൾ ആത്മാവ് ശരീരം ഉപേക്ഷിച്ചു പോയെങ്കിൽ സ്വർഗത്തെത്തിച്ചേർന്നതായി പറയുന്നു. പിന്നെ അവരെ നരകത്തിലേക്ക് വിളിക്കുന്നതിൻ്റെ ആവശ്യമേ എന്താണ്? ഒന്നും മനസ്സിലാക്കുന്നില്ല. സാധു സന്യാസിമാരും മറ്റും മരിക്കുമ്പോൾ അവരുടെയും വാർഷികം ആഘോഷിക്കുന്നു, ഭോഗ് വയ്ക്കുന്നുണ്ടാകും. ജ്യോതിയിൽ ലയിച്ചു എന്ന് പറയുന്നു എന്നിരിക്കെ പിന്നെ ഭോഗ് എന്തിനർപ്പിക്കുന്നു? വാർഷികം എന്തുകൊണ്ട് ആഘോഷിക്കുന്നു? ശരീരമാണെങ്കിൽ ഇല്ലാതായി, ആത്മാവും പോയി. പിന്നെ ആത്മാവിനെ വിളിക്കേണ്ട എന്താവശ്യമാണ്? ജ്യോതിയിൽ ലയിച്ചു ചേർന്നെങ്കിൽ പിന്നെ എങ്ങനെ വരാൻ സാധിക്കും? അനേകം മതങ്ങളുണ്ട്. മനുഷ്യൻ മോക്ഷം പ്രാപിക്കുന്നു എന്നും പിന്നെ വരുന്നില്ല എന്നും പറയുന്നു. മോക്ഷം പ്രാപിച്ചുവെങ്കിൽ കൂടുതൽ സന്തോഷം ആഘോഷിക്കേണ്ടതാണ്. പാർട്ട് അഭിനയിക്കുന്നതിൽ നിന്നും മുക്തമായി പിന്നെ അവരെ ഓർമ്മിക്കുകയേ ചെയ്യേണ്ടതില്ല. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. എല്ലാ മനുഷ്യരും ഒരു ബാബയെ തീർച്ചയായും ഓർമ്മിക്കുന്നു. എല്ലാവരും സഹോദരങ്ങളാണ് എന്ന് അംഗീകരിക്കുന്നുമുണ്ട്. സഹോദരന്മാർക്ക് പിതാവിൽ നിന്നും തീർച്ചയായും സമ്പത്ത് ലഭിക്കേണ്ടതാണ്. സർവ ആത്മാക്കളുടെയും സദ്ഗതി ദാതാവ് ഒന്നാണ്. സർവ ആത്മാക്കൾക്കും തിരികെ പോകേണ്ടതുണ്ട്. മനുഷ്യർക്ക് സദ്ഗതി നൽകാൻ സാധിക്കില്ല. അതിനാൽ ഒരേ ഒരു സർവരുടെയും സദ്ഗതി ദാതാവ് എന്ന നാമം പ്രസിദ്ധമാണ്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, പതീത പാവനാണ്.
ആ ബാബ വന്ന് രാജയോഗം പഠിപ്പിക്കുന്നു. സർവരെയും രാവണ രാജ്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. ഇതിനെ പരിധിയില്ലാത്ത അമാവാസി എന്ന് പറയും. പകുതി കൽപ്പം പരിധിയില്ലാത്ത രാത്രിയാണ്, പിന്നെ പകുതി കൽപ്പം പരിധിയില്ലാത്ത പകലാണ്. ഇത് കളിയാണ്. എപ്പോഴാണോ റിലീജിയസ് കോൺഫറൻസുകാർ വിളിക്കുന്നത് ശാന്തി എങ്ങനെ ഉണ്ടാകും, അപ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കണം, ഒരു ധർമ്മം, ഒരു മതം സത്യയുഗത്തിലാണ് ഉണ്ടാകുന്നത്. അത് ഇപ്പോൾ 5000 വർഷമായി. അവിടെ സുഖവും ശാന്തിയും എല്ലാം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലായിരുന്നു. പുതിയ ലോകത്തിൽ ഒരേ ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്. പഴയ ലോകത്തിൽ വൃക്ഷം എത്ര വളർന്നുകൊണ്ടിരിക്കുന്നു, അനേകം ധർമ്മങ്ങളുണ്ട്. ഇപ്പോൾ അനേകം ധർമ്മങ്ങളുടെ വിനാശവും ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയും ബാബയുടെ തന്നെ കാര്യമാണ്. ശിവ് ബാബ പറയുന്നു, ഇത് എൻ്റെ കാര്യമാണ്. ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ വന്ന് ഈ കാര്യം ചെയ്യുന്നു. സത്യയോഗി രാജധാനിക്ക് വേണ്ടി രാജയോഗം തീർച്ചയായും സംഗമത്തിൽ തന്നെ പഠിപ്പിക്കും. എല്ലാ പതീതരെയും പാവനമാക്കി മാറ്റുന്നു. പറയുന്നു, ഞാൻ വരുന്നത് വളരെയധികം ജന്മത്തിലെ അന്തിമത്തിലാണ്. ആരാണോ പൂർണ്ണമായും 84 ജന്മങ്ങൾ എടുത്തത്, ആ ഒന്നിൻ്റെ രഥത്തിൽ തന്നെയാണ് വന്ന് മനസ്സിലാക്കിക്കുന്നത്. പുതിയ ലോകമേ ഉണ്ടായിരിക്കുന്നില്ല. പഴയ ലോകത്തിൽ തന്നെയാണ് വന്ന് പുതിയ ലോകം ഉണ്ടാക്കുന്നത്. പതീത ലോകത്തെ പാവനമാക്കി മാറ്റുന്നു. എൻ്റെ നാമം തന്നെ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ എന്നാണ്. സുഖത്തിൽ എന്നെ ആരും ഓർമ്മിക്കുന്നില്ല, ദുഃഖത്തിൽ എന്നെ ഓർമ്മിക്കുന്നു. തീർച്ചയായും സുഖം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബാബ പറയുന്നു, ഞാൻ പഠിപ്പിക്കുന്നതിനായി വന്നിരിക്കുന്നു. ഇപ്പോൾ പഠിക്കേണ്ടത് നിങ്ങളുടെ കാര്യമാണ്. മനുഷ്യരാണെങ്കിൽ ഘോര അന്ധകാരത്തിലാണ്. നിങ്ങളും യാതൊന്നും അറിഞ്ഞിരുന്നില്ല. ഈ സമയം മുഴുവൻ ലോകത്തിൻ്റെയും തോണി മുങ്ങിയിരിക്കുന്നു. എത്ര ദുഃഖിതരാണ്. നിങ്ങൾ ഏവരുടെയും തോണിയെ അക്കരെ എത്തിക്കുന്നു. എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. അതും നമ്പർ വൈസാണ്. ആര് ലൈറ്റ് ഹൗസ് ആയിട്ടുണ്ടാകുമോ അവർ മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അവരുടെ ജോലി തന്നെ വഴി പറഞ്ഞു കൊടുക്കുക എന്നാണ്. കുട്ടികളെ ബാബ എങ്ങനെ പഠിപ്പിക്കുന്നു? ഈ സ്ഥായിയായ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇവിടെ വന്ന് വളരെയധികം റിഫ്രഷായി പോകുന്നു. പുറത്ത് പോകുമ്പോൾ ലഹരി തന്നെ അപ്രത്യക്ഷമായി പോകുന്നു. ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്തെടുക്കുന്നതിൻ്റെ ആഗ്രഹം വയ്ക്കേണ്ടതാണ്. ഓരോ ചുവടിലും ബാബയിൽ നിന്നും നിർദ്ദേശം എടുത്തുകൊണ്ടിരിക്കണം. മുൻപ് തീർത്ഥസ്ഥാനങ്ങളിൽ കാൽനടയായി പോകുമായിരുന്നു. വളരെ ജാഗ്രതയോടെ പോകുമായിരുന്നു. ഈ സമയത്താണെങ്കിൽ ബസ്സിലും ട്രെയിനിലും പോകുന്നു. ഈ സമയത്ത് മായയുടെ പുറമോടി വളരെയധികമുണ്ട്. സത്യയുഗത്തിൽ പുറമോടി ഉണ്ടായിരുന്നു. പിന്നെ ദ്വാപരം മുതൽ വീണുകൊണ്ടിരുന്നു. ഇപ്പോൾ പിന്നീട് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഇതിനെ മായയുടെ പുറമോടി എന്ന് പറയുന്നു. ആരോടെങ്കിലും സ്വർഗത്തിലേക്ക് പോകാം എന്ന് പറയുകയാണെങ്കിൽ അവർ പറയുന്നു, നമുക്ക് ഇവിടെ തന്നെ എല്ലാ സുഖവുമുണ്ട്. വാഹനങ്ങൾ, എയ്റോപ്ലെയിൻ ആദിയായ എല്ലാമുണ്ട്. നമ്മളെ സംബന്ധിച്ച് സ്വർഗം ഇവിടെ തന്നെയാണ്. ധനം, സാധനങ്ങൾ, ആഭരണം തുടങ്ങി എല്ലാമുണ്ട്. ലക്ഷ്മി നാരായണനും ആഭരണമുണ്ടല്ലോ, നമുക്കും അണിയാൻ സാധിക്കും. എത്ര തന്നെ മനസ്സിലാക്കിച്ചു കൊടുത്താലും വിഷം തന്നെയാണ് ഓർമ്മയുണ്ടായിരിക്കുന്നത്. വിഷം അഥവാ വികാരം ഇല്ലാതിരിക്കാൻ സാധിക്കുന്നില്ല. ബാബ പറയുന്നു, നിങ്ങൾ എൻ്റെ മതത്തെ അംഗീകരിക്കുന്നില്ല, പാവനമാകുന്നില്ലെങ്കിൽ എന്നെ ഹേ പതീത പാവന വരൂ എന്ന് വിളിക്കുന്നത് തന്നെ എന്തിന്? ഓർമ്മ വയ്ക്കണം, ഇപ്പോൾ അംഗീകരിച്ചില്ലെങ്കിൽ ധർമ്മരാജനിലൂടെ ശിക്ഷ നേടിത്തരും. ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെയധികം കുട്ടികൾ വികാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഭയമേ ഇല്ല. അവർ എത്ര ശിക്ഷ അനുഭവിക്കും? കാര്യം ചോദിക്കുകയേ വേണ്ട. പദവിയും ഭ്രഷ്ടമായി പോകും. പുരുഷാർത്ഥം ചെയ്ത് ഉയർന്ന പദവി നേടണമല്ലോ.
സംഘദോഷത്തിൽ ഇങ്ങനെ വീണു പോകുന്നു. പൂർണ്ണമായും തൻ്റെ പദവിയെ പാഴാക്കി കളയുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ വജ്രങ്ങളുടെയും മറ്റും ഖനികൾ ഒഴിഞ്ഞു വന്നിരിക്കുന്നു. പിന്നെ നിറയും സ്വർണത്തിൻ്റെ വജ്രങ്ങളുടെ പർവ്വതങ്ങളുണ്ടാകുന്നു. വജ്രം കുഴിച്ചെടുക്കുമ്പോൾ ആദ്യം കല്ലായിരിക്കും, പിന്നെ അതിനെ ശുചിയാക്കി വജ്രമാക്കുന്നു. നിങ്ങളെയും ജ്ഞാനത്തിൻ്റെ ഉരകല്ലിൽ ഉരയ്ക്കുന്നു. അപ്പോൾ നിങ്ങൾ എത്ര നല്ലതായി മാറുന്നു. ശരി, മധുരമധുരമായ സിഖില്ലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഇപ്പോൾ വിധി നിർണയത്തിൻ്റെ സമയമാണ്. അതിനാൽ ഒരു പാപകർമ്മവും ചെയ്യരുത്. സ്വന്തം മംഗളത്തിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. വളരെ മധുരമാകണം. ക്രോധം ഉപേക്ഷിക്കണം. ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടുന്നതിൻ്റെ ആഗ്രഹം വയ്ക്കണം. ഓരോ ചുവടിലും ബാബയുടെ നിർദ്ദേശമെടുക്കണം. ബാബയ്ക്ക് സമാനം ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവരാകണം. വരദാനം: സ്വയം തൻ്റെ സങ്കല്പങ്ങളുടെ കുഴപ്പങ്ങളിൽ നിന്നും അഥവാ ശിക്ഷകളിൽ നിന്നും ഉപരിയായിരിക്കുന്ന പാസ് വിത്ത് ഓണറായി ഭവിക്കട്ടെ. പാസ് വിത്ത് ഓണർ എന്നാൽ മനസ്സിൽ പോലും സങ്കല്പങ്ങളിലൂടെ ശിക്ഷ അനുഭവിക്കരുത്. ധർമ്മരാജൻ്റെ ശിക്ഷകളുടെ കാര്യം പിന്നീടാണ്. എന്നാൽ തൻ്റെ സങ്കല്പങ്ങളുടെയും കുഴപ്പങ്ങൾ അഥവാ ശിക്ഷകൾക്ക് ഉപരിയായിരിക്കണം. ഇതാണ് പാസ് വിത്ത് ഓണർ ആകുന്നതിൻ്റെ അടയാളം. വാക്കിൻ്റെയും കർമ്മത്തിൻ്റെയും സംബന്ധ സമ്പർക്കത്തിൻ്റെയും കാര്യം സ്ഥൂലമാണ്. എന്നാൽ സങ്കല്പങ്ങളിലും കുഴപ്പങ്ങൾ ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള പ്രതിജ്ഞ ചെയ്യൂ. അപ്പോൾ പാസ് വിത്ത് ഓണർ ആകും. സ്ലോഗൻ: ജ്ഞാനത്തിൻ്റെ നെയ്യും യോഗത്തിൻ്റെ തിരിയും ശരിയാണെങ്കിൽ സന്തോഷത്തിൻ്റെ ദീപം ജ്വലിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി. മെഡിറ്റേഷൻ. ബുദ്ധിരൂപി നേത്രത്തിലൂടെ എൻ്റെ ആത്മജ്യോതിയെ ഞാൻ കാണുന്നു. മാസ്റ്റർ ജ്ഞാനസൂര്യനായി മസ്തകത്തിൽ ഞാൻ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുകയാണ്. പരമധാമത്തിലെ മഹാജ്യോതി ആയ ശിവബാബയിൽ ഞാൻ എൻ്റെ ബുദ്ധി യോജിപ്പിക്കുന്നു. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ പ്രകാശം മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുകയാണ്. സമസ്ത ഭൂമിയും പ്രകാശമയമായി മാറുകയാണ്.
ജ്ഞാനസൂര്യൻ്റെ ലൈറ്റ് എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. എന്നിൽ നിന്നും ജ്ഞാനസൂര്യൻ്റെ പ്രകാശം വിശ്വത്തിൽ 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ ഫരിഷ്തകളുടെ ലോകത്തിൽ എത്തിച്ചേരുന്നു. ബാഗ്ദാദിയുടെ മസ്തകത്തിൽ സർവശക്തിമാന്റെ അതി തേജസ്വി സ്വരൂപം ഞാൻ കാണുന്നു. ബാഗ്ദാദിയുടെ വരദാനി ദൃഷ്ടി എന്നിൽ സമസ്ത ഈശ്വരീയ ശക്തികളും നിറയ്ക്കുന്നു. ബാഗ്ദാദിയുടെ വരദാനി ഹസ്തം എൻ്റെ ശിരസിൽ ഞാൻ അനുഭവിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ ആത്മാവ് എൻ്റെ ധാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ പരമധാമത്തിൽ എത്ര ഡീപ് സൈലൻസ് ആണ്. എത്ര ഡീപ് ശാന്തിയാണ്. മുക്തിയുടെ ദിവ്യ സ്ഥാനമായ ഈ ലോകത്തിൽ ഡീപ് സൈലൻസ് രൂപ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിലെ മഹാജ്യോതിസായ ശിവബാബയിൽ എൻ്റെ ബുദ്ധി ഏകാഗ്രമാക്കുന്നു.
ശാന്തി സാഗരമായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ തരംഗങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാനും മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. പവിത്ര സാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ പ്രകാശ രശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിക്കുന്നു. കൽപ്പവൃക്ഷത്തിലെ സർവധർമ്മങ്ങളിലെ ആത്മാക്കളിലും പവിത്രതയുടെ ശക്തി നിറയുന്നു. ശിവബാബയിൽ നിന്നും പ്രവഹിക്കുന്ന പവിത്ര രശ്മികൾ എന്നിൽ നിറയുന്നു. പവിത്രതയുടെയും ശക്തിയുടെയും ശാന്തിയുടെയും അമൂല്യ ഈശ്വരീയ ഖജനാവുകൾ കൊണ്ട് സമ്പന്നമായി ഞാൻ എൻ്റെ ലൈറ്റ് രൂപം ധാരണ ചെയ്ത് ഭ്രൂമധ്യത്തിലെ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സമ്പന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും പവിത്രതയുടെയും ദിവ്യ പ്രകാശം നാനാഭാഗത്തും വ്യാപിക്കുന്നു.